നമ്മളോട് ആരെങ്കിലും കുറച്ച് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ പേര് ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ള കുറച്ച് കോമൺ ഉത്തരങ്ങളാണ് കൂനൽ ഷാ, സച്ചിൻ ബൻസാൽ, അമൻ ഗുപ്ത. പക്ഷേ മലയാളികളായ നമ്മൾ കേരളത്തിലുള്ള കുറച്ച് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ പേരും ഓർത്ത് വയ്ക്കണ്ടേ? ഒരു ബൈജു രവീന്ദ്രൻ മാത്രമല്ലല്ലോ കേരളത്തിനുള്ളത്. ഒരുപാട് ഓൺടർപ്രണേഴ്സ് ഉണ്ട്, ഒരുപാട് വെൽ ഫണ്ടഡ്, വെൽ എസ്റ്റാബ്ലിഷ് സ്റ്റാർട്ടപ്പ്സ് നമ്മുടെ നാട്ടിലുണ്ട്. സോ ഈ ഷോയിലൂടെ ഐ എം ഗോയിങ് ടു ബ്രിങ് ഈച്ച് ആൻഡ് എവ്രി വൺ ടു യു. അവരുടെ ലൈഫ് സ്റ്റോറീസ്, അവരുടെ ബിസിനസ് സ്റ്റോറീസ് നമുക്ക് അവരിൽ നിന്ന് തന്നെ കേട്ട് മനസ്സിലാക്കാം. സോ വെൽക്കം ടു ബിഗ് ടോക്സ് ബൈ Aromal. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പറയാണ്ടായിരുന്നു, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ നേരെ ഒരു എഞ്ചിനീയറിൻ്റെ തലയിലേക്കാണ് വീഴുന്നതെന്ന്. ഇപ്പോൾ റോഡിലോട്ട് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ നേരെ ഒരു EVയുടെ മുകളിലേക്കാണ് വീഴുന്നത്. അപ്പം ഈ EVs എല്ലാം ചാർജ് ചെയ്യണമെങ്കിൽ ചാർജിങ് സ്റ്റേഷൻസ് വേണം. ഇതിനെപ്പറ്റി നമ്മളെക്കാളുമൊക്കെ ഒരുപാട് മുന്നേ ആലോചിച്ചൊരു മനുഷ്യനുണ്ട്. EVs നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുന്നേ ഇത്രയും EVs നമ്മുടെ നാട്ടിൽ വരുമെന്ന് ഒരു വിഷണറി ആയിട്ടുള്ളൊരു മനുഷ്യനുണ്ട്. സോ പുള്ളിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഗോയിസിയുടെ ഫൗണ്ടർ രാംനാഥ് സാർ. വെൽക്കം സാർ. താങ്ക് യു സാർ. ഗോയിസി, ആ വേർഡ് ഭയങ്കര ക്യാച്ചിയാണ്. ഒരു 4 ലെറ്റർ സ്മോൾ വേർഡ്. ഈ 4 ലെറ്റർ വേർഡ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ്സ്, മിക്ക 4 ലെറ്റർ വേർഡ് സ്റ്റാർട്ടപ്പ്സും ഭയങ്കര ഹ്യൂജ് $1 billion കമ്പനീസാണ്. ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് ദാറ്റ് നെയിം? ഓൾറൈറ്റ്, ഇതിൻ്റെ ഒരു വെൻ വി മൂവ് ബാക്ക് ടു ദ ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ഗോയിസി. ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആസാദ് പവർ എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ടാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 3.5 years ബിഫോർ വി ഡൺ ഇറ്റ്. കമ്പനി ഈസ് സ്റ്റിൽ ദ ആസാദ് പവർ. സോ വി വാസ് ഇൻ എ ക്വൈറ്റ് ഹറി ടു സ്റ്റാർട്ടപ്പ് എ കമ്പനി. കാരണം നമ്മളൊരു ഐഡിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ഡിലേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇതുപോലൊരു എക്സ്പാൻഡ് ചെയ്യുന്നൊരു കമ്പനിയായിട്ട് തുടങ്ങണമെന്നൊന്നും കരുതി തുടങ്ങിയതല്ല കേട്ടോ, യാഥാർത്ഥ്യം പറയുന്നു. കേരളത്തിന് മൊത്തം മാക്സിമം ഒരു 600 kilometers ടോട്ടൽ ലെങ്ത് ഉള്ളൂ. അതിൽ ഒരു 10 ചാർജസ് ഇടാം, ഒരു 100 താഴെയുള്ള കിലോമീറ്റേഴ്സിൽ എന്ന് കരുതി സ്റ്റാർട്ട് ചെയ്തു. ദെൻ വെൻ വി മൂവ് അലോങ് വി തോട്ട് ദ നെയിം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ കുറേ പേരുകൾ നമ്മളെടുത്തു. പേരുകളെടുത്തതിൽ യു മെ നോട്ട് ബി ബിലീവ് ദിസ്, വി സ്റ്റാർട്ടഡ് വിത്ത് ഈസിഗോ. ഓക്കെ, ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ആ പേരിൽ വേറൊരു കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു, ഈസിഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈസിഗോ എന്നുള്ളത് ഇട്ട് നമ്മളത് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് റിയലി ഒരു ഫ്ലുവൻസി നമുക്ക് കിട്ടുന്നില്ല. ഗോ ഈസി എന്നുള്ള 4 അക്ഷരങ്ങൾ, അതായത് ഞങ്ങളിതിനെ ആദ്യം ഗോ ഈസി എന്ന് ഒരുമിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേ ആൾക്കാർ ഗോയക് എന്ന് ഇതിനെ വായിച്ചിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി വെൻ ഐ പുട്ട് ഇറ്റ് ഇൻ മൈ മാക്കിൽ നമ്മളിത് റീഡ് ചെയ്യാൻ വേണ്ടി കമാൻഡ് കൊടുക്കുമ്പോൾ ഗോയക് എന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 സെക്ഷനിലേക്ക്, ഇപ്പോൾ ഇഫ് യു നോട്ടീസ് പ്രോപ്പർലി 2 സെക്ഷനായിട്ടാണ് ഞങ്ങൾ എഴുതുന്നത്. ഇതൊരു അബ്രിവേഷനാണ് ഗോ ഈസി എന്നുള്ളത്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗോ ഇലക്ട്രിക് ചാർജ് എന്നാണ്. Then I personally designed the logo. ആ ലോഗോ എന്ന് പറയുന്നതിലും there was a catch. So we spent a lot of time. അതിനെ ഒന്ന് ഫർബിഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു പേരിലേക്ക് എത്തിയത്. ആ സ്പാർക്ക് എവിടെ നിന്ന് കിട്ടിയത്? ബിക്കോസ് ഈ ടൈമിൽ സാറ് ചാർജിങ് സ്റ്റേഷനെ പറ്റി ആലോചിച്ച സമയത്ത് നമ്മുടെ നാട്ടിലൊരു മഹീന്ദ്ര വെറിട്ടോ അല്ലെങ്കിൽ ടാറ്റയൊന്നും അതായത് EVs പറ്റി കേരളത്തിനെന്നല്ല ഇന്ത്യയിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഐ മീൻ ഇത്രയും EVs നമ്മുടെ നാട്ടിൽ വരുമെന്നും EV ഇങ്ങനെ ബൂം ചെയ്യുമെന്നും. So it was a bet, right? So how did you come up, like ആ ഒരു വിഷൻ എങ്ങനെയാണ് സാറിന് ഉണ്ടായത്? See, I comes from basically an oil and gas industry where the real energy is getting made out of it, the oceans. ഇതിൻ്റെ പുറമെ എനിക്ക് നാട്ടിൽ ചെറിയ ബിസിനസ്സുകളുണ്ട്. അതിൽ വൺ ഓഫ് ദ ബിസിനസ് ഈസ് കൺസ്ട്രക്ഷൻ. അപ്പോൾ കൺസ്ട്രക്ഷനിൽ ഐ ഡു ഹാവ് എ പാർട്ട്ണർ വിച്ച് ഈസ് AP ജാഫർ. പുള്ളിയും ഇതിൻ്റെ ഇനീഷ്യലിൽ നമ്മുടെ കൂടെ എല്ലാ ഡിസ്കഷനിലും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കോമൺ ഫ്രണ്ട്, ഞങ്ങൾ കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 4 years ബാക്ക്, നിങ്ങൾക്കൊരു കൺസ്ട്രക്ഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ, ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിക്കൊരു പല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നമ്മളോട് അത് ആവശ്യപ്പെട്ടു. സോ ദാറ്റ് ഡേ ഐ വാസ് ഫ്ലൈയിങ് ടു ഖത്തറിൽ എനിക്ക് ബിസിനസ് ഉണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അന്ന് ഞാൻ പെട്ടെന്ന് ജാഫറിനോട് പറഞ്ഞു, ജാഫർ ഇങ്ങനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല, പ്ലീസ് സ്പീക്ക് ടു ദം. അങ്ങനെ അന്ന് നമ്മളോട് സംസാരിക്കാൻ വന്നത് ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള ചാർജേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ടയറക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി KCBയുടെ സർട്ടൻ നമ്പേഴ്സ് ഓഫ് ചാർജേഴ്സ് അവർക്ക് അവാർഡായിട്ടുണ്ടായിരുന്നു. അത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, നോട്ട് ദ ചാർജേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യണം, കനോപ്പി, അവിടുത്തെ സിവിൽ വർക്ക് ഒക്കെ. അപ്പോൾ ജാഫർ മെറ്റ് ദം. സോ ഐ വാസ് ഇൻ ഖത്തർ. ഐ കെയിം ബാക്ക് ആഫ്റ്റർ 2 weeks or something. അപ്പോൾ ഏതൊരു ടോക്കിൽ ഞാൻ ജാഫറിനോട് ചോദിച്ചു, ജാഫർ
എന്തായിരുന്നു ആ മീറ്റിംഗ്, വാട്ട് വാസ് ഇറ്റ്? സോ ഈ സെഡ് ഇറ്റ്സ് നോട്ട് വയബിൾ. ഐ മീൻ ഇത്രയും സ്ഥലങ്ങളിൽ പോയി നമുക്ക് ഇൻഫ്ര ഉണ്ടാക്കുന്നതിൽ പ്രോഫിറ്റബിൾ അല്ല, ബട്ട് ദർ ഈസ് സംതിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് എന്നൊക്കെ പറയുന്നുണ്ട്, അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ദെൻ വി ഡൈവ് ഡീപ്പ് ഇൻ ടു ഇറ്റ്. നമ്മളതിനെക്കുറിച്ച് അതായത് നമ്മളതിനെ ഇത്രയും ചാർജിങ് സ്റ്റേഷൻ KCB ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഉണ്ടാക്കില്ലല്ലോ. ദാറ്റ് വാസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സബ്സിഡിയൊക്കെ കൊടുത്തിട്ടുള്ള പ്ലാനുകളാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാം അറിയുന്നത്, അതല്ലേ എന്താണ് വരാൻ പോകുന്നത്. സോ ദെൻ അതിലൂടെ യാത്ര ചെയ്തിട്ടാണ് ദെൻ വി റീച്ച് ചെയ്യാം. ഓക്കെ. സോ ഒരു ഗോയ്സി എന്ന് പറഞ്ഞ ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോൾ വന്നിട്ട് അറൌണ്ട് 4 years അല്ലേ? ഓൾമോസ്റ്റ് 4 years. സോ ഒരു ഇന്നത്തെ കാലത്ത് ഒരു EV ഓണർ വെൻ ഈ കംസ് ടു ദ റോഡ് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് എപ്പോഴും അവരുടെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ. ഈ ജേർണിയിൽ ഇത് എൻഡ് ടു എൻഡ് തിരിച്ച് വരാൻ പറ്റുമോ? വീട്ടിൽ പോയി ഇവിടുന്ന് കാലിക്കറ്റ് പോയിട്ട് തിരിച്ചെത്താൻ പറ്റുമോ? അപ്പം എത്രത്തോളം അവരുടെ ആ ഇഷ്യൂസ്, ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്? അപ് ടു വാട്ട് എക്സ്റ്റെൻറ്റ്? Now see, we have 5 phases in the project basically. In Kerala, the way we are looking at എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, first phase is every 100 kilometers one charger. Then the second comes 75, 50 kilometers, 25 kilometers, 5 kilometers. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആദ്യത്തെ 3 ഫേസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ വി ആർ ഇൻ 50 kilometers. Now we are filling every 25 kilometers. Then it will be another 5 kilometersലായിരിക്കും ചാർജസ് ഉണ്ട്. സോ now if somebody need to travel in Kerala, സിമ്പിളാണ്. ഗോയിഷിയുടെ application ഉണ്ടെങ്കിൽ they can charge, they can find all the charges everywhere. Depends on different sizes of chargers ഉണ്ട്. വെഹിക്കിൾസ് ഓടിക്കുന്ന വ്യക്തികൾക്ക് അറിയാം ഏത് ചാർജേഴ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ള, അതിനനുസരിച്ചുള്ള പവർഫുൾ ചാർജേഴ്സ്. അതെല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് അല്ലേ ചാർജേഴ്സ്? Now see, chargers has a different capacity, like 25 kilowatts onwards to 120 kilowatts chargers ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഇപ്പോൾ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് 120 kilowattsൻ്റെ ചാർജേഴ്സ്. അപ്പോൾ ഈ ടാറ്റ പോലത്തെ വണ്ടികൾക്ക് മാക്സിമം റിസീവിംഗ് ഒക്കെ ഒരു 40 kilowattൻ്റെ അടുത്താണ്. ഇപ്പോൾ നമ്മുടെ ടാറ്റയുടെ ഏറ്റവും വലിയ EV എന്ന് പറയുന്ന ടാറ്റ നെക്സോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ പോഷായിട്ടുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വെഹിക്കിൾസ് എന്ന് പറഞ്ഞപ്പോൾ MG, ഇഫ് യു ഗോ ടു BYD, ദേ ഹാവ് ബിഗർ റിസീവിംഗ് കപ്പാസിറ്റി. അപ്പോൾ അവർക്കറിയാം ഞാൻ 25 കിലോവാട്ടിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. നമ്മളങ്ങനെ ഒരു മിക്സപ്പ് ആയിട്ടാണ് ചാർജേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മെജോറിറ്റി പ്ലേസസിലും. നൗ വി ആർ ബ്രിങ്ങിങ് മോർ ചാർജേഴ്സ് ഓൺ ദ എക്സിസ്റ്റിംഗ് പ്ലേസസ്. അപ്പോൾ പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ് നൗ. പണ്ടത്തെ പോലെ ഒരു എന്താ പറയുക, ചാർജറിൽ എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ദേ വിൽ ബി മോർ ചൂസി ഇൻ ദ ഫ്യൂച്ചർ ബൈ പിക്കിംഗ് ദ ചാർജേഴ്സ് ഇറ്റ്സെൽഫ്. സാറ് തൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പബ്ലിക് പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷൻസ്. ദാറ്റ്സ് വാട്ട് യു നെയിം ദം, റൈറ്റ്? പബ്ലിക് പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷൻസ്. സോ EV adoption and public private charging stations, ഇത് രണ്ടും എത്രത്തോളം ഇന്റർലിങ്ക്ഡ് ആണ്? ബിക്കോസ് ഹൗ മെനി ഇത് പ്രൊപ്പോർഷണൽ ആണല്ലോ. ഫോർ ദിസ് മച്ച് EV വി നീഡ് ദിസ് മച്ച് ചാർജിങ് സ്റ്റേഷൻസ്. സോ ഇത് രണ്ടും ഒരിക്കലും ഒരു സെയിം ഫേസിലല്ല പോകുന്നത്. EVസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് വരുന്നു, ഇതിൻ്റെ മെല്ലെ മെല്ലെ കയറുന്നുള്ളൂ. ഇത് രണ്ടും എന്തെങ്കിലും മാച്ച് ആവണം. സോ ഹൗ ലോങ് ഡു യു തിങ്ക് ഇറ്റ് വിൽ? ഞാൻ മുമ്പൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ 3000-ൽ പരം പെട്രോൾ പമ്പുകളുണ്ട്. എന്നിട്ടും നമ്മൾ പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് പെട്രോൾ അടിക്കാൻ പറ്റില്ല. അല്ലേ, ചിലപ്പോൾ നമ്മൾ സ്ലോ ആയി നിന്നിട്ട് 2-3 വണ്ടികൾ കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല. ഈ 60-80 ലിറ്റർ കപ്പാസിറ്റി ഉള്ള പെട്രോൾ ടാങ്കുകൾ നമ്മൾ അടിക്കുന്നത് ഹാർഡ്ലി വി സ്പെൻഡ് 3 minutes 4 minutes ഫുൾ ടാങ്ക് ആണെങ്കിൽ. പക്ഷേ EVനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, EV ഒരു ചെറിയ വണ്ടി, ഒരു ടിയാഗോർ എടുക്കുകയാണെങ്കിൽ തന്നെ ചാർജ് ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ ഒരു 20 kilowatts നമ്മൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഏകദേശം 45 minutes നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പെട്രോൾ പമ്പിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ EV പോപ്പുലേഷൻ്റെ സെയിം ഒരു നമ്പേഴ്സിലേക്ക് ചാർജിങ് സ്റ്റേഷൻസ് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. ബട്ട് നൗ അഗ്രസീവ്ലി ലോട്ട് ഓഫ് ചാർജിങ് സ്റ്റേഷൻസ് ആർ കമ്മിങ് അപ്പ്. ബട്ട് അഗെയിൻ ദർ ഈസ് എ ബാരിയർ, ഈസ് എ പവർ ഈസ് അവൈലബിൾ ഓർ നോട്ട്. ഓക്കെ, പവറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ KCB പറയാണ്ട് ഈവനിങ് ആകുമ്പം EV ചാർജ് ചെയ്യരുത്, ഹോം അപ്ലയൻസസ് ഓഫ് ചെയ്യണം, ഹെവി കൺസപ്ഷനുള്ള ഹോം അപ്ലയൻസസ് ഓഫ് ചെയ്യണം. അപ്പം നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസിന് വെച്ച് നോക്കുകയാണെങ്കിൽ വിത്തിൻ 1 hour 30 units 60 units ഒക്കെയാണ് 1 hourൽ തന്നെ പമ്പ് ചെയ്യുന്നത്. സോ ഗ്രിഡ് ബാലൻസിങ് എന്ന് പറയുന്നത് നടക്കണമെന്നില്ലല്ലോ ആ ടൈമിൽ. സോ KCB സപ്പോർട്ടിങ് ആണോ ഫോർ ദീസ് മെനി ചാർജ് സ്റ്റേഷൻസ് ടു കം അപ്പ്? KCB ഓൾവേസ് സപ്പോർട്ടിംഗ് ആണ്. ഇറ്റ്സ് എ നേഷൻസ് നീഡ് അല്ലേ, അതല്ലാതെ ഒരു KCBയുടെ നീഡല്ല. സോ വാട്ട് ഈസ് KCB? KCB ഹൂ ഈസ് കോമ്പിറ്റൻറ്റ് ടു ഗിവ് ദ പവർ ഫോർ ദ നീഡ്.
അതിനുവേണ്ടിയാണ് KCB എന്ന് പറയുന്ന ഒരു ബോർഡ് തന്നെ. ഞാൻ ചോദിച്ചത് ഇപ്പോൾ അവർ സബ്സിഡൈസ്ഡ് റേറ്റിനാണല്ലോ ഇപ്പം പെർ യൂണിറ്റ് തരുന്നത് നമുക്ക് ഫോർ ചാർജിങ് സ്റ്റേഷൻസ്. സോ അത് ഈ വന്നു കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫ്രം 5 rupees സ്റ്റാർട്ട് ചെയ്തത് പെർ യൂണിറ്റ്. നൗ ഇറ്റ്സ് റീച്ച്ഡ് അറൗണ്ട് 21 rupees. ടാറ്റയുടെ എന്തോ ടാറ്റ പവറിൻ്റെ 21 rupees പെർ യൂണിറ്റ് റേറ്റ് വരുന്നത്. സോ പണ്ട് CNG ഇതുപോലെ ആയിരുന്നു. CNG 40 രൂപയ്ക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ 85 രൂപയിലാണ് നിൽക്കുന്നത്. അന്ന് CNG എടുത്തോളം ഭയങ്കര ലാഭമാണ് എന്ന് പറഞ്ഞത്. അതേപോലൊരു സിറ്റുവേഷനിൽ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്ക് ഇത് വരുമോ? I mean, price-wise, the price will go higher. പക്ഷേ പവർ അവൈലബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്കിപ്പോൾ കേരളത്തിൽ പവർ അവൈലബിലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നത് തെറ്റായ ധാരണയാട്ടോ. നമ്മൾ ഇതെല്ലാം സെൻട്രൽ ഗ്രിഡായിട്ട് കണക്റ്റഡ് ആണ്. ഇഫ് ദർ ഈസ് എ ഷോർട്ടേജ് ഇൻ പവർ, ഡെഫിനറ്റ്ലി വി ടേക്ക് ദ പവർ ഫ്രം ദ നിയർ സ്റ്റേറ്റ്സ് ലൈക്ക് തമിഴ്നാട് നിന്നും കർണാടകയിൽ നിന്നും സെൻട്രൽ ഗ്രിഡിൽ നിന്നൊക്കെ വേറെ ദ പവർ ഈസ് അവൈലബിൾ. ബട്ട് ദ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു മണിക്കൂറിനുള്ളിൽ 30 കിലോവാട്ടോ 60 കിലോവാട്ടോ നമ്മളൊരു വണ്ടിയിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ദ ഡിമാൻഡ് ഈസ് ഗോയിങ് വെരി ഹയർ. ഇപ്പോൾ ഇമാജിൻ ഒരു 10 വണ്ടികൾ ഒരേ സമയത്ത് 60 കിലോവാട്ട് വലിക്കുമ്പോൾ 600 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. അപ്പോൾ അതിനുള്ള KCBക്ക് ഉണ്ടോ എന്നുള്ളതാണ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ വാട്ട് KCB ഹാസ് ടു ഡു, അവരുടെ KCB എന്നുള്ളതല്ല, ഇന്ത്യയിലെ എല്ലായിടത്തും ഇലക്ട്രിസിറ്റി ബോർഡുകൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് ഡിമാൻഡിനനുസരിച്ച് വലുതാക്കേണ്ടത്. ദാറ്റ് വിൽ കം അപ്പ്. സോ ദാറ്റ് ഈസ് ഓൾറെഡി KCB ഡൂയിങ്. KCBയുടെ പല പ്രോഗ്രാമുകളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് KCB അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രൈസ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 30-32% കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം കാശ് കൊടുത്തു. അപ്പോൾ ഡിപ്പെൻഡ്സ് ബൈയിങ് റേറ്റിനനുസരിച്ചിട്ട് ദേ ഹാവ് ടു ഗോ അപ്പ്. സർട്ടൻ ലൊക്കേഷൻസിൽ KCB വളരെയധികം സബ്സിഡൈസ് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് പോളിസീസൊക്കെ വെച്ചിട്ട് നമ്മുടെ കൃഷിക്കും മറ്റ് വ്യവസായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇന്നാൾ ഇതിൻ്റെ തൊട്ടുമുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ വി ഹാവ് ടു ബിൽഡ് ദ സർട്ടൻ ഇൻഫ്രാസ്ട്രക്ചർ ടു ഗെറ്റ് സഫിഷ്യൻറ്റ് പവർ. സോ ആ ഒരു ചേഞ്ച് വന്നേ പറ്റൂ, അതല്ലെങ്കിൽ ദർ വിൽ ബി ഷോ. ഞങ്ങളുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്ഫോമർ ഇല്ലാതെ കൊടുത്തിട്ടുള്ള സ്റ്റേഷനുകളിൽ നമ്മൾക്ക് പലപ്പോഴും പവർ ഫ്ലക്ച്വേഷൻ വന്ന് വണ്ടികൾ ഓട്ടോ കട്ട് ഓഫ് ആവുന്നുണ്ട്. സോ അത് നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതിൻ്റെ ഗവൺമെൻറ് തന്നെ ബിൽഡ് ചെയ്യണം. ഓക്കെ. KCBയുടെ ചാർജിങ് സ്റ്റേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ അടുത്തൊരു കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് നെക്സോൺ EV ആയിരുന്നു. നമ്മുടെ കോഴിക്കോട് ബീച്ചിലുണ്ടായിരുന്ന സ്റ്റേഷൻ. സോ അവിടെ കണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു 4-5 30 കിലോവാട്ടിൻ്റെ സ്റ്റേഷൻസ് ഉണ്ട്. ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ട് 60 കിലോവാട്ടിൻ്റെ. അതിൽ ഒരു പ്ലഗ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, CCS2 എന്ന് പറയുന്ന പ്ലഗ്. ബാക്കിയെല്ലാം പഴയ ചാഡമോ അല്ലെങ്കിൽ എന്താ GBT ഗൺസ് അങ്ങനത്തെ പ്ലഗ്സ് ആണ്. അപ്പം ഇതേ സെയിം ഇഷ്യൂ വൈറ്റിലുണ്ടെന്നും എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വന്നു. ഫൈറ്റിലെയും ഇതേ ഇഷ്യൂ ആണുള്ളത് KCBയുടെ. അപ്പം ഇത് ഓരോ ടൈമിലും ചേഞ്ച് ആവുന്നതല്ലേ? ലൈക്ക് 5 വർഷം മുമ്പത്തെ ഗണ്ണല്ല ഇപ്പോൾ, 2 വർഷം കഴിയുമ്പോൾ വീണ്ടും മാറും. ഇപ്പം ഇപ്പോൾ എന്തോ CCS2 എന്നാണ് പറയുന്ന ഗണ്ണാണെന്ന് കേട്ടു. അപ്പം നെക്സ്റ്റ് അത് മാറും. അപ്പം ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻസ് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് ഓൺ ദാറ്റ്? ഇപ്പോൾ KCB എന്ന് പറയുന്നത് ദാറ്റ് വാസ് നോട്ട് എ കോൾ മെയ്ഡ് ബൈ KCBയുടെ കോളായിരുന്നില്ല. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചാർജേഴ്സാണ് KCB പ്രൊക്യൂർ ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് പോളിസിയാണ്. അപ്പോൾ അന്ന് ലോകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് കണക്ടേഴ്സ് അവൈലബിൾ ആയിരുന്നോ എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ആശയത്തിലാണ് അവരത് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ നോംസ് എല്ലാം കൊടുത്തിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ GBT ആയാലും ഷെഡമോ ആയാലും, വൺ ഈസ് എ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്, വൺ ഈസ് എ ചൈനീസ് സ്റ്റാൻഡേർഡ്, തന്നെ CCS എന്ന് പറയുന്നത്. ഇനി വരുന്ന യുഗങ്ങളിൽ വരുന്ന വണ്ടികൾക്കെല്ലാം തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഈവൻ ടെസ്ല ഓൾറെഡി ചേഞ്ച് ടു CCS2. ഗോയിസി ഈ ഒരു ഗെയിമിലേക്ക് വന്ന സമയത്ത് ഗോയിസി അറിയാൻ ശ്രമിച്ചത് ഇതേ കാര്യമാണ്. എന്താണ് ഇനി കോമൺ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പോകുന്ന ഒരു ചാർജർ കണക്ടർ എന്നുള്ളത്. സോ വെൻ വി ഡൺ ദ സ്റ്റഡി വി അണ്ടർസ്റ്റുഡ് ഓൾ ഈസ് ഗോയിങ് ടു ബി CCS2 എന്നുള്ളത്. അതുകൊണ്ട് ഗോയിസിയുടെ എല്ലാ ചാർജിങ് സ്റ്റേഷൻസിലും CCS2 കണക്ടേഴ്സാണ് ഫാസ്റ്റ് ചാർജിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്ലോ ചാർജിങ്ങിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ 3-pin പ്ലഗ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 3.3 കിലോവാട്ട്. ഓക്കെ. ഈ അടുത്ത ചാർജിങ് സ്റ്റേഷൻസിൻ്റെ ലൊക്കേഷൻസിൻ്റെ ഒരു ഡൗട്ടാണ്. അതും KCBയുടെ കുറ്റം പറയുന്നതല്ല, ബട്ട് KCBയുടെ ചാർജിങ് സ്റ്റേഷൻസ് മിക്കതും ഏതെങ്കിലും മലയുടെ അടുത്ത്, അല്ലെങ്കിൽ അതായത് മെയിൻലി അവരുടെ സബ്സ്റ്റേഷൻ്റെ അടുത്താണ് വരുന്നത്. കാരണം അവർ അതിൻ്റേതായ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് നോക്കിയിട്ടായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഒരു കാട്ടിലൊരു ചാർജിങ് സ്റ്റേഷനിൽ വണ്ടിയും കുത്തിയിട്ട് അവിടെ ഇരിക്കാമെന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. സോ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലുലു മോളിലുണ്ട്, ട്രിവാൻഡ്രം ലുലു മോളിലുണ്ട്, പിന്നെ ഹോട്ടൽസിലുണ്ട്. സോ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചത് എന്താണ്? കാരണം നിങ്ങൾക്കും കുറച്ചുകൂടെ എന്താ പറയുക, റെൻറ്റ് കുറച്ച് കുറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ കുറച്ച് ലാൻഡ് കിട്ടുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നോക്കാമായിരുന്നല്ലോ. ബട്ട് ഈവൻ ട്രയൽ ആയില്ലെങ്കിൽ ബെറ്റാണെങ്കിൽ പോലും യു ചോസ്
വെരി എക്സ്പെൻസീവ് പ്ലേസസ് ഇനിഷ്യലി? ലുലുവിലല്ലേ ലുലുവിലായിരുന്നില്ല? വി സ്റ്റാർട്ടഡ് ഫ്രം ഒബ്രോൺ മാൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെല്ലാം ഹൈ റെന്റലുള്ള ലൊക്കേഷൻസ് ആണ്. സോ അവിടെ തുടങ്ങിയതിൻ്റെ എന്തായിരുന്നു? KCBയുടെ ഇപ്പോൾ KCBയുടെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. KCBക്ക് ബേസിക്കലി ഇത് അലോക്കേറ്റ് ചെയ്ത ഫണ്ടുകൾ പ്രകാരമാണ് KCB വർക്ക് ചെയ്തത്. സോ KCB സ്വന്തമായി ലാൻഡ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള നോം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. എനിക്ക് എൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. സ്വാഭാവികമായിട്ടും KCBക്ക് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് കുറയ്ക്കാനും ഏറ്റവും നിയറസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റേഷനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് KCB. സോ ഇറ്റ്സ് എ പബ്ലിക് സർവീസ് ബേസിക്കലി, അല്ലേ? അവർക്കും അറിയില്ല നാളെ എന്താവും എന്നുള്ളത്. പക്ഷേ നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടു ബിൽഡ് എ ബ്രാൻഡ് യു ഓൾവേസ് ഹാസ് ടു ഗിവ് എ ബെറ്റർ ആൻഡ് ബെസ്റ്റ് റേറ്റ് ആൻഡ് ദ ക്വാളിറ്റി സർവീസ്. ഈ EV ചാർജ് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ 40 to 45 മിനിറ്റ്സ് മിനിമം ഇവർ സ്പെൻഡ് ചെയ്യുന്നതാണ്. ഈ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അവർക്കൊന്ന് റിഫ്രഷ്മെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാവുന്ന ഐഡിയൽ ആയിട്ടുള്ള സ്പോട്ടുകളാണ് ആൾക്കാർ ചൂസ് ചെയ്യുക. ദർ ഓൺലി ദ ബിസിനസ് വിൽ ഹാപ്പൻ. അപ്പോൾ അതിനെ എത്രമാത്രം ഫെസിലിറ്റൈസ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത്രയും ഫെസിലിറ്റൈസ് ചെയ്തിട്ടുള്ള ലൊക്കേഷനുകളിലാണ് കമ്പനി ഓൺ ചെയ്യുന്ന ചാർജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സേവനമാണല്ലോ. അൾട്ടിമേറ്റ്ലി ഒരു ചാർജർ വിറ്റ് അതൊന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ബിസിനസ്സൊന്നും ഓവർ ഹെഡ് പോലും മീറ്റ് ചെയ്യില്ല. ഒരു റെക്കറിങ് റവന്യൂ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയി നടക്കുന്നത് എത്രമാത്രം വെഹിക്കിൾസ് വന്ന് ചാർജ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു റിലാക്സിങ് പോയിന്റ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായി. അതുകൊണ്ട് വി ആർ ക്വൈറ്റ് അഡമൻറ്റ്. എൻറ്റയർ ലുലു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് വി ആർ വി ഓൾറെഡി ഹാവ് എ സ്റ്റേഷൻ ഇൻ ലക്നൗ, Hyderabad. Now much more, around 15 numbers of stations are coming up with Lulu. Great. So charging stations in the business model പറ്റി ഇപ്പോൾ സാർ പറഞ്ഞു കമ്പനി ഓൺഡ് എന്ന് പറഞ്ഞു. സോ വാട്ട് ഓൾ അതർ മോഡൽസ് യു ഹാവ്? there are basically two models of business we are doing. One എന്ന് പറയുന്നത് ഫോക്കോ ആണ്, ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ്. ഫോക്കോയിലേക്ക് നമ്മൾ എത്താൻ കുറച്ച് സമയം എടുത്തു. കാരണം വി ഹാവ് ടു ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മൾ ചാർജിങ് സ്റ്റേഷൻ ഇട്ട് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താലേ നമ്മളെ ആൾക്കാർ വിശ്വസിക്കും. അങ്ങനെ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചത് കൊണ്ട് അവർക്ക് സ്വന്തമായി ചാർജിങ് സ്റ്റേഷൻ തുടങ്ങണമെന്ന് നമ്മളെ അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മൾ ടേൺ കീ പ്രൊജക്റ്റ് ആയിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുന്നു. ആ പേരിൽ തന്നെ ഉണ്ട്. ഫോക്കോ എന്ന് പറയുമ്പോൾ ഫ്രാഞ്ചൈസി ഓൺഡ് എന്ന് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ഓൺ ചെയ്യുന്നു എന്ന് മാത്രം. ഓപ്പറേറ്റ് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വം കമ്പനിക്കാണ്. അതിൻ്റെ സേഫ്റ്റിയും അതിൻ്റെ നോംസും സ്റ്റാറ്റ്യൂട്ടറി സർവീസ്, കസ്റ്റമർ കെയർ, പ്രൊമോഷൻസ്, മാർക്കറ്റിംഗ്, യു ടേക്ക് എനി നെയിം, ഇറ്റ്സ് ഓൾ ബീൻ ഡൺ ബൈ കമ്പനി ഇറ്റ്സെൽഫ്. നിങ്ങൾക്ക് മാസാവസാനമാകുമ്പോൾ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് മാൻലെസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ആൾക്കാരൊന്നും അവിടെ ഫിസിക്കലി ആവശ്യമില്ല. പിന്നത്തെ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് കോക്കോ ആണ്, വിച്ച് ഈസ് കമ്പനി ഓൺ കമ്പനി ഓപ്പറേറ്റഡ്. കമ്പനി പ്രായമായിട്ടുള്ള ലൊക്കേഷൻസ് കോൺട്രാക്റ്റ് പ്രകാരം സൈൻ ചെയ്യുന്നു. ഓൺ സർട്ടൻ ലീസ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്രിമെൻറ്റ്സ്. അതിൽ കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പുറമെ ഞങ്ങൾ പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 2 years-ആയി പലവർക്കും ഈ ഒരു പൊട്ടൻഷ്യൽ ബിസിനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. അവർക്കെന്നാൽ ഐഡിയൽ ആയിട്ടുള്ള ലാൻഡ് ഉണ്ടാവില്ല. ചിലവർക്ക് വല്ല മൂന്നാർ എസ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ല തീരദേശ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അവിടെയൊന്നും നമുക്ക് അത്ര ക്രൗഡിനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. റെഗുലർ ആയിട്ടുള്ള റവന്യൂ വിൽ നോട്ട് ബി ഹാപ്പി. ജനങ്ങൾ യാത്ര ചെയ്യുമ്പോഴല്ലേ ചാർജ് ചെയ്യുള്ളൂ. അങ്ങനെ പലവരും ഇതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് അവർക്ക് സ്വന്തമായി ഓൺ ചെയ്യാൻ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളൊരു മൂന്നാമത്തെ ഒരു മോഡൽ ഓഫ് ബിസിനസ് കൊണ്ടുവന്നത്. കമ്പനി ഓൺ ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻസ് പീപ്പിൾ ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഇറ്റ്. ഓക്കെ. Like you already mentally prepared to start a charging station. Imagine നിങ്ങൾ നോക്കി വന്നപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് അധികം EV ട്രാഫിക് ഒന്നുള്ള സ്ഥലമല്ല. ഇപ്പോൾ എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റവന്യൂ വേണം, ഇതിനോട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ കൺസേണിൽ കമ്പനി ഓൺ ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾക്ക് അതേ കോസ്റ്റിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. അപ്പോൾ കമ്പനി തന്നെ റൺ ചെയ്യണം, കമ്പനി തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തരാനും ഉത്തരവാദിയാണ്. സർ, ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ഹാവ് എ ലംസം ഓഫ് മണി, നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. FD ഇടാം, മ്യൂച്വൽ ഫണ്ട്സ്, എവറിത്തിങ് ഈസ് ദെയർ. ആൻഡ് ഇതെന്ന് പറയുന്ന ഒരു മെഷീനറിയാണ്. വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ എ മെഷീനറി, സംതിങ്. ഈ മെഷീൻസ്, വെഹിക്കിൾസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ഡിപ്രിഷിയേറ്റിംഗ് അസെറ്റ്. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ വെൻ എ ചാർജിങ് സ്റ്റേഷൻ കംസ് അപ്പ്, അവിടെ ഒരു ക്രൗഡ് ഫോം ചെയ്യുകയാണ്. അവിടെ വേറെ ബിസിനസ് പോസിബിലിറ്റീസ് ഉണ്ട്. അവിടെ കഫേസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ റിഫ്രഷ്മെൻറ്റ് റൂംസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിനെ ഒരു ഡിപ്രിഷിയേറ്റിംഗ് അസെറ്റ് ആയിട്ടാണോ അപ്രിഷിയേറ്റിംഗ് അസെറ്റ് ആയിട്ടാണോ കാണേണ്ടത്? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇഫ് യു ലുക്ക് മച്ച് മോർ ഇൻ ടു ദിസ്, ഇത് ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പ്
നാട്ടുമ്പുറത്തൊക്കെ ആൾക്കാരിങ്ങനെ തടിച്ചു കൂടിയിരുന്ന സ്ഥലങ്ങൾ ഒരു ആലിൻ്റെ ചോട്ടിൽ അല്ലെങ്കിൽ ഒരു അമ്പലപ്പറമ്പിൽ, അതേപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ചായക്കട ഉണ്ടാവും. സോ ഇറ്റ്സ് ഓൾ ഗാദറിങ് പ്ലേസസ് അല്ലേ. ഇതേപോലത്തെ ഇപ്പോൾ ആ ട്രെൻഡ് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ ഇഫ് യു ലുക്ക് കൊച്ചിയിലും കാലിക്കറ്റൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായക്കടകൾ കണ്ടമാനം ന്യൂ ജനറേഷൻ ചായക്കടകളുണ്ട്. അത് 24 hours ഓപ്പൺ ആണ്. സോ നൈസ് റിലാക്സേഷൻ പോയിന്റ്. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഡിപ്രീസിയേഷൻ വാല്യൂ ആണോ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മെഷീൻ അല്ലേ. അതിൻ്റെ സർട്ടൺ ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലവും സോളാർ ഒരേ പ്രൊഡക്ഷൻ തരില്ല. നോർമലി ഒരു ചാർജർ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് ദ ലൈഫ് സ്പാൻ ഓഫ് ദ ചാർജർ എന്ന് പറയുന്നത് ഒരു 15 years ആണ് ലൈഫ് സ്പാൻ ഓഫ് ദ ചാർജർ. 15 years കഴിഞ്ഞാൽ ഈ ചാർജർ വർക്ക് ചെയ്യാതിരിക്കുന്നില്ല. അതന്നെ 30 kW കൊടുക്കണോടത്ത് ചിലപ്പോൾ ഒരു 20-22 kW കൊടുക്കും. ഇത്ര മാറ്റമാണ് വരുന്നത്. അന്ന് ഇതിൻ്റെ പവർ മൊഡ്യൂളിൽ നിന്നും ഇതിൻ്റെ 10-1 കാശ് പോലും ഉണ്ടാവില്ല. ആൻഡ് ദ ടെക്നോളജി മേ ചേഞ്ച് ഓൾസോ സർട്ടൺ ലെവൽസ് ഓഫ് സോഫ്റ്റ്വെയർ കേട്ടോ. ഹാർഡ്വെയർ പാർട്ട് ഈസ് ദ സെയിം. AC/DC കൺവേർഷൻ തന്നെയാണ് നടക്കുന്നത്. ഇത് പക്ഷേ ദ വാല്യൂ ഞാൻ പറഞ്ഞ ഈ നാട്ടിൻപുറത്തെ ചായക്കടയുടെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ്സ് ഹൗ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ലൊക്കേഷൻ വിൽ ബിൽഡപ്പ്. ആ ലൊക്കേഷൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇതിന് എപ്പോഴും അപ്രീസിയേഷൻ ഉണ്ടാവുക. ചാർജർ എനി ടൈം വി ക്യാൻ റീപ്ലേസ് അല്ലേ. ചാർജറിന് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ ഇനി ഹൈ പവറായിട്ടുള്ള ചാർജേഴ്സോ ഫാസ്റ്റ് ചാർജേഴ്സോ നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു വട്ടം ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ലൊക്കേഷനിലായിരിക്കും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഗ്യാദർ ചെയ്യുക. ലൈക്ക് എൻ എക്സാമ്പിൾ, ഞാൻ സ്ഥിരമായി ബാംഗ്ലൂർ യാത്ര ചെയ്തതാണ്. സോ ഐ ഹാവ് മൈ ഓൺ സ്പോട്ട്സ്. ഞാൻ EVയിൽ പോകുമ്പോൾ ഞാൻ എവിടെ നിർത്തണം, ചാർജ് ചെയ്യണം, ചായ കുടിക്കണം, പിന്നെ അവിടുത്തെ ഒരു എന്തൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷുകളൊക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടോ, വൈകുന്നേരം ഇന്നതാണ് കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് ഇന്നതാണ് കഴിക്കേണ്ടത്. സോ ദ വാല്യൂ വിൽ ഡെഫിനറ്റ്ലി വിൽ ഗോ higher. Okay, so it's an appreciating asset. It is. I mean, it's same like McD's business. You know, it's a basically a real estate game. You know, if you look at dive much more deep into this, നിങ്ങളുടെ വാല്യൂ കൂടുന്നു. ഇപ്പം ഞങ്ങളുടെ ഇന്ന് ചാർജിങ് സ്റ്റേഷൻ തുടക്ക കാലഘട്ടങ്ങളിൽ കോക്കോയിൽ ഇൻവെസ്റ്റ് ചെയ്തവർ 2-3 തവണ അതിനെ റീസെൽ ചെയ്ത് കഴിഞ്ഞു. Okay. Like imagine they invested with 15 lakhs, they already resell in an year of time over 5 lakhs of profit. Then some people I can't take so many numbers here, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നില്ല. ചിലവർ 5 ലക്ഷത്തിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിക്ക് ആൾക്കാർ ഇതിനെ മറച്ച് വിറ്റ് അതേ പൈസ ഞങ്ങളുടെ പുതിയ വരുന്ന ന്യൂ ലൊക്കേഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ there is an option. ഒരു റേഷ്യോ എമൗണ്ട് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. So what's the return on investment like annual? Now the least one, what we are looking at, the least one, ഞങ്ങൾക്ക് റിട്ടേൺസ് ഇപ്പോൾ വരുന്നത് 14% ആണ്. Annual. അത് മന്ത്ലി ബേസിസ്. That too constant ആയിട്ട് 14 ആണ് ഇപ്പോൾ ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ. അത് മോസ്റ്റ്ലി സീസണൽ ഏരിയകളിൽ വെച്ചതാണ്. അതായത് ഇപ്പോൾ ശബരിമല പോലത്തെ സ്ഥലങ്ങളിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളടത്താണ് ഈ 14 അടുത്ത് വരുന്നത്. പിന്നെ അത് ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് കിട്ടുന്നത് 28% നല്ല സ്പോട്ടെന്ന് നമ്മൾക്ക് കിട്ടും. വേർ വി ആർ ദ ചീപ്പസ്റ്റ് സെല്ലിംഗ് യൂണിറ്റ് പ്രൈസ് ഇൻ അക്രോസ് കേരള. നമ്മളാണിപ്പോൾ ഏറ്റവും ലീസ്റ്റിൽ കൊടുക്കുന്നത്. ഈ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാർജിൻസ് വിൽ ഗോ ഹയർ ഡെഫിനറ്റ്ലി. ഡസ് ലൈക്ക് ഫോക്കോ മോഡൽ വരുമ്പോഴും അതിൻ്റെ ഫ്രാഞ്ചൈസി ഓണർ ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഇൻക്രീസ് ദ പ്രൈസ്, റൈറ്റ്? He does have the entire right to increase the price. നമ്മുടെ പ്രൈസ് തന്നെ വെക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. സോ വാട്ട് വി ഡു, വി അഡ്വൈസ് ദ കസ്റ്റമർ. ഐ മീൻ ഫുട്ഫോൾസ് കൂടണം. ഒരു ഹോട്ടൽ ബിസിനസ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വ്യക്തികൾ വന്ന് അവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെടണ്ടേ. അതേപോലെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളൊരു പ്രസ്ഥാനം നടത്തുമ്പോൾ ക്രൗഡ് പുള്ളിങ്ങിന് വി ഹാവ് ടു ബ്രിങ് ദ പ്രൈസസ് ഡൗൺ. അത് ഒരു ലോസ് മേക്കിങ്ങിലല്ല, പ്രോഫിറ്റ് മേക്കിങ്ങിൽ, നോട്ട് സോ മച്ച് പ്രോഫിറ്റ്. ഒരു രാത്രി കൊണ്ട് തന്നെ കോടീശ്വരനാവണമെന്ന് അത്യാഗ്രഹമുള്ളവരാണ് ദഹിക്കാൻ പറ്റാത്ത വിലകളിട്ട് മാർക്കറ്റിൽ ഈ സാധനം വിൽക്കുന്നത്. ടേക്ക് എ ഡീസൻറ്റ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിൽ പിന്നെ ഗ്രാജുവലി വെൻ ദ പ്രൈസ് ഗോസ് ഹയർ, ഇലക്ട്രിസിറ്റിയിൽ പോകുമ്പോൾ നമുക്ക് ഓവർ ഹെഡ് മെയിൻ്റനൻസ് കോസ്റ്റുകൾ വരുമ്പോൾ ചെറുതായിട്ട് സ്ലൈറ്റ് ചേഞ്ചസ് ഒക്കെ ചെയ്യേണ്ടി വരും. ബട്ട് നോട്ട് ഇൻ എൻ ഇമ്മീഡിയറ്റ് എഫക്റ്റ്. അപ്പോൾ ഫോക്കോ ആൾക്ക് മാറാനോ അതിൻ്റെ പ്രൈസ് മാറ്റാനുള്ള പൂർണ്ണാധികാരമുണ്ട്. ഇപ്പോൾ കമ്പനി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മാർക്കറ്റ് സ്റ്റഡി, നിങ്ങളിലേക്ക് ആൾക്കാർ വന്ന് ചായക്കടയെ ഇഷ്ടപ്പെടുന്ന പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഗ്രാജുവലി കം അപ്പ്. ഇനിയിപ്പോൾ ചിലവരൊക്കെ നിർബന്ധമായി എനിക്ക് മാറിയേ കഴിയൂ എന്ന് പറയുകയാണെങ്കിൽ we give that sacrifice. നമ്മുടെ പബ്ലിക്കിനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. അൾട്ടിമേറ്റ്ലി ബിസിനസ് നടക്കുന്ന പബ്ലിക് ഉള്ളതുകൊണ്ടും EV യൂസേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്ത് ഓണർക്ക് കൊടുക്കും. അൾട്ടിമേറ്റ്ലി പുള്ളിക്ക് പ്രോഫിറ്റ് വേണം, അത്രയല്ലേ ഉള്ളൂ.
ഓയിൽ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ദ കൺവെൻഷണൽ ഓയിൽ ബിസിനസ് ദ ഗവൺമെൻറ് ഓൺസ് ദ കമ്പനി, PPCL ആണെങ്കിലും IOCL ആണെങ്കിലും. അപ്പോൾ അതിൻ്റെ പ്രൈസസ് ഫിക്സഡ് ആണ്, സ്റ്റാൻഡേർഡ് ആണ്. ഓൾ ഓവർ കേരള ഒരെണ്ണമാണ്, ഓൾ ഓവർ ഇന്ത്യ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിന് അതിൻ്റെ ഒരു ടാക്സ് എടുത്തിട്ട് ഒരുപോലെ. അതുപോലെ EVക്കും ഡിഫറെൻറ്റ് കമ്പനീസ് അതെ വിച്ച് ആർ പ്രൈവറ്റ്, മോസ്റ്റ്ലി ആർ പ്രൈവറ്റ്, പബ്ലിക് കമ്പനീസ് ആർ ഓൾസോ ദേ. സോ ഈ നാളെ ഇതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ വരും. ഓ ഡെഫിനറ്റ്ലി വെൽക്കം. അപ്പോൾ ഈ പറഞ്ഞ പല റേറ്റ്സ് ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരു റേറ്റ് ആയിരിക്കും. കാരണം പബ്ലിക് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷനുകളുടെ ചാർജേഴ്സിൻ്റെ സെല്ലിങ്, അതായത് യൂണിറ്റ് സെല്ലിംഗ് കോസ്റ്റിന് സ്വാഭാവികമായിട്ടും ഒരു സ്കെയിൽ എന്തായാലും ഗവൺമെൻറ് കൊണ്ടുവരും. ഇനി അതിൽ നിന്ന് ആഡ് ഓൺ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നതിൻ്റെ മുകളിലുള്ള ലൈക്ക് ചില മാളുകൾ കഴിഞ്ഞാൽ യെസ് നമ്മൾ പാർക്ക് ചെയ്യുന്നതിന് പൈസ കൊടുക്കുന്നുണ്ട്, അത് വാല്യൂ ആഡഡ് സർവീസാണ്. അവിടെ വന്നാൽ ഇത്രയും ഫെസിലിറ്റിയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് മേടിക്കാനേ കഴിയുള്ളൂ. പ്രൈസ് ദേ വിൽ സ്റ്റെബിലൈസ്. Definitely they will stabilize it. But we have a very strong platform and plan എങ്ങനെ അതിനെ മിറ്റിഗേറ്റ് ചെയ്യുമെന്നുള്ളത്. അതാണ് ദ കമ്പനി വി ആർ എ വെരി സീരിയസ് പ്ലേയേഴ്സ് ഇൻ ദിസ് ബിസിനസ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചാർജേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലേക്ക് തിരിഞ്ഞു നോക്കാതെയോ അതുപോലെ തന്നെ നമ്മളൊരു സർട്ടൻ സോഫ്റ്റ്വെയർ ബാക്കപ്പ് മാത്രം കൊടുക്കുന്നൊരു കമ്പനിയല്ല. ഞങ്ങൾ ഒരിക്കലും ഒരു ചാർജർ ഇൻസ്റ്റാൾ ചെയ്തൊരു വ്യക്തി നമ്മളെ ഇപ്പോൾ ചാർജേഴ്സ് നിങ്ങൾക്ക് അലിബാബയിലും പല പ്ലാറ്റ്ഫോമിലും മേടിക്കാം. ചാർജേഴ്സ് മേടിക്കാൻ ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ആവശ്യമില്ല. അങ്ങനെ മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ നമ്മളെ വിളിച്ച് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഇടാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വി ഡോണ്ട് ഗിവ് ദോസ് കൈൻഡ് ഓഫ് സർവീസ്. യു ഹാവ് യുവർ ഓൺ OEMs. നമ്മൾ വി നെവർ ഗോ വിത്ത് വൺ സിംഗിൾ OEM. നമ്മൾ ഒരു സിംഗിൾ OEM ആയിട്ട് നമ്മൾ പോവില്ല. കാരണം ദാറ്റ്സ് എ സിംഗിൾ പോയിന്റ് ഫെയിലിയർ. നാളെ ഇപ്പോൾ കാറുകളുടെ കാര്യം തന്നെ നോക്കിയാൽ അറിയാം, ബൈക്കുകളുടെ കാര്യം നോക്കിയാൽ അറിയാം വാട്ട് ദ ഇൻഡസ്ട്രി പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ഡോണ്ട് ട്രസ്റ്റ് ദം, വി ഓൾവേസ് ട്രസ്റ്റ് ദം. നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 5 OEMs ഉണ്ട്, അതിനുള്ളിലുള്ള ചാർജേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ദ പോയിൻ്റ് ഐ വാസ് കമ്മിങ് ഇൻ ടു, നമ്മൾ എല്ലാ പ്രൊജക്റ്റിനെയും ടേൺ കീ പ്രൊജക്റ്റായിട്ടാണ് ചെയ്യുക. ടേൺ കീ പ്രൊജക്റ്റ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. സ്റ്റാറ്റ്യൂട്ടറി പാർട്ടുകൾ എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ അതിൻ്റെ ഷെയ്ഡ്സ് ആയാലും കനോപ്പി ആയാലും ഇഫ് യു ലുക്ക് അറ്റ് ഒരു യുണീക്നെസ് നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ എല്ലാ ചാർജിങ് സ്റ്റേഷനിലും. ദർ ഈസ് എ കളർ കോംബോ ഓൾസോ. അത് ജനങ്ങൾ വരുന്നത് ഇപ്പോൾ പാരഗൺ ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ കയറുന്നത് അവിടുത്തെ ഷെഫിനെ കണ്ടിട്ടല്ല. ഇറ്റ്സ് ദ നെയിം, ദാറ്റ്സ് എ പാരഗൺ. പാരഗൺ ലുക്സ് എവ്രിവെയർ ദ സെയിം. സോ ദ ഗോയിസി ഓൾസോ വിൽ ലുക്സ് എവ്രിവെയർ ദ സെയിം. അത് എല്ലാ പ്രൊജക്റ്റും കമ്പനിയാണ് ചെയ്യുന്നത്. വി നെവർ സബ് കോൺട്രാക്ട്. ഞങ്ങൾക്ക് ഇലക്ട്രിഫിക്കേഷൻ ഒരു സബ് കോൺട്രാക്ടർ ഇല്ല, സിവിൽ വർക്കിന് സബ് കോൺട്രാക്ടർ ഇല്ല, സ്ട്രക്ചറൽ വർക്കിന് സബ് കോൺട്രാക്ടർ. You have departments for all these departments. We have around 8 departments. Okay. Customer care ആയാലും ആപ്പ് ആയാലും you take any name. That's a great system. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ OEMസിൻ്റെ സർവീസ് പോലും hardly they comes because our team been educated and trained to do up to 90-95% of the malfunctions. നമ്മൾ തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും സീരിയസ് ആയിട്ടാണ് ഓരോ പ്രൊജക്റ്റിനെയും എടുക്കുന്നത്. സോ മേ ബി സർട്ടൺ പെർസെൻറ്റേജ് പ്രൈസ് ലെവൽസ് കൂടുതലുണ്ടായിരിക്കും, ബട്ട് ദർ ഈസ് എ കമ്മിറ്റ്മെൻറ്റ്. അതല്ലാതെ ഒരു ചാർജർ വെറുതെ ചുമരിൽ പിടിപ്പിച്ച് അതിലൊരു അപ്ലിക്കേഷൻ ഇട്ട് വാക്കവേ ചെയ്യുന്നൊരു കമ്പനിയല്ല. സോ വി മെയിൻറ്റെയിൻ ദാറ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് വി ഡു ആസ് എ ടേൺ കീ പ്രൊജക്റ്റ് ഓൺലി. ഓക്കെ.